ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് നായ്ക്കൾ രാത്രിയിൽ അലറുന്നത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് വിശ്വസ്തമായ ഒരു മൃഗമുണ്ടെങ്കിൽ അത് നായ മാത്രമായിരിക്കും. മനുഷ്യരോട് എപ്പോഴും നന്ദിയുള്ള ഒരു മൃഗമായിട്ടാണ് നായയെ നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ആ മൃഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ദേഷ്യപ്പെടാറുള്ളത്. എന്നാൽ അതൊരു ശരിയായ കാര്യമാണ്. നമ്മുടെ വീടിന് കാവൽ നിൽക്കാനും സ്വന്തം യജമാനു വേണ്ടി ജീവൻ വരെ പണയം വെക്കാൻ തയ്യാറാവുന്ന മൃഗങ്ങളാണ് നായ്ക്കൾ. പക്ഷേ എന്തുകൊണ്ടാണ് നായ്ക്കൾ രാത്രി സമയങ്ങളിൽ ഓരിയിടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലർ പറയുന്നു നായ ഓരിയിട്ട് കഴിഞ്ഞാൽ അത് അശുഭലക്ഷണമാണെന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നു ഈ നായ ഓരിയിടുന്ന ശബ്ദം എവിടെയാണോ ഏറ്റവും അവസാനം ചെന്ന് പതിക്കുന്നത് അവിടെ എന്തെങ്കിലും മരണം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇതിനുമപ്പുറം മറ്റു ചിലർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ചിരി വരും. കാരണം നമ്മുടെ വീട്ടിൽ മരിച്ച എന്തെങ്കിലും ആത്മാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളെ കണ്ടാണ് ഈ നായകൾ ഓരിയിടുന്നതെന്ന്. എന്നാൽ ഇതിൽ വല്ല സത്യമുണ്ടോ? പക്ഷെ ഈ വീഡിയോ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നായ ഓരിയിടുന്നതെന്ന്. നായകൾക്ക് വളരെ ദൂരെയുള്ളത് കാണാൻ മണത്തറിയാനുമുള്ള സെൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം വളരെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പഴമക്കാർ പറയും നാൽക്കാലികൾ വീട്ടിൽ ചത്തുകിടന്നാൽ നമ്മുടെ വീടിന് വരാനുള്ള എന്തൊരു ദുരന്തം അവർ കൊണ്ടുപോയെന്ന്. എന്നാൽ ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്നാൽ ഇതിന്റെയൊക്കെ വാസ്തവം അറിയാൻ ചില സയന്റിസ്റ്റുകൾ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ഗവേഷക പ്രകാരം നായ്ക്കൾ ഓരിയിടുന്നത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടായിരുന്നു. ചെന്നായയുടെ സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള ഒരു വകഭേദമാണ് നായ്ക്കളെന്നും പറയപ്പെടുന്നു. ഒരു നായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ മറ്റൊരു നായുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരിയിടുന്നത്. ഞാൻ പറയാൻ പോകുന്നത് നായ്ക്കളെ കുറിച്ചുള്ള ചില അറിവുകളാണ്. 99 ഡിഗ്രി താഴെയോ 104 ഡിഗ്രി മുകളിലോ ടെമ്പറേച്ചർ പോയാൽ അത് നായകൾക്ക് വളരെയധികം അപകടകരമായ നിലയാണെന്ന് മനസ്സിലാക്കി വേഗം തന്നെ ഒരു മൃഗ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. മനുഷ്യരെ സംബന്ധിച്ച് നായകൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് 10,000 മടങ്ങ് കൂടുതലാണ്. ഒരു മനുഷ്യനുള്ളതിനേക്കാൾ 5 മടങ്ങ് കൂടുതലായിരിക്കും നായകൾക്കുള്ള കേൾവിശക്തി. 67 ഹെർട്സ് മുതൽ 45,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി നായകൾക്ക് കേൾക്കാൻ സാധിക്കും. മനുഷ്യർക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ എണ്ണം 4 എണ്ണമാണെങ്കിൽ നായകൾക്കുള്ളത് 13 ബ്ലഡ് ഗ്രൂപ്പാണ്. ഇന്നത്തെ ഈ വീഡിയോ നായകളെ കുറിച്ചുള്ള കുറച്ച് അറിവുകളും നായ എന്തുകൊണ്ടാണ് രാത്രിയിൽ ഓരിയിടുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ എന്റർടൈൻമെന്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം.